നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മറ്റൊരു ട്രാൻസ്ഫർ ജാലകം കൂടി ഓപ്പൺ ആയിരിക്കുകയാണല്ലോ. ഓരോ ട്രാൻസ്ഫർ ജാലകം ഓപ്പൺ ആകുമ്പോഴും എല്ലാവരും ഉറ്റുവെക്കുന്നൊരു കാര്യമുണ്ട്. സാക്ഷാൽ നെയ്മർ ജൂനിയറുടെ ഒരു റെക്കോർഡുണ്ട്. ട്രാൻസ്ഫർ ജാലകത്തിൽ ഇത്രയധികം പണം ലഭിച്ച മറ്റൊരു കളിക്കാരനില്ല, അതാരെങ്കിലും മറികടക്കുമോ എന്ന്. PSG അദ്ദേഹം പോയത് റെക്കോർഡ് തുകക്കായിരുന്നു. അതിനൊക്കെ അപ്പുറം കമ്പൈൻഡായിട്ട് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ട്രാൻസ്ഫറുകളുടെ കമ്പൈൻഡ് ട്രാൻസ്ഫർ ഫീ നമ്മളെടുത്താൽ അദ്ദേഹത്തോട് തൊട്ടടുത്ത് ആരെങ്കിലും ഉണ്ടോ? ആരൊക്കെയാണ് ടോപ്പ് 5-ലുള്ളത്? അതാണ് നമ്മൾ നോക്കുന്നത്. ഹയസ്റ്റ് ക്യുമുലേറ്റീവ് ട്രാൻസ്ഫർ ഫീസ്. ഇനി മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഹയസ്റ്റ് കമ്പൈൻഡ് ട്രാൻസ്ഫർ ഫീസ്. ഇപ്പോൾ നെയ്മർ സാൻഡോസിൽ നിന്ന് ബാഴ്സിലേക്ക് പോയത്, അതിൻ്റെ ട്രാൻസ്ഫർ ഫീസ് പ്ലസ് നെയ്മർ PSG പോയത് പ്ലസ് അദ്ദേഹം അൽ ഹിലാലിലേക്ക് പോയതിൻ്റെ ട്രാൻസ്ഫർ ഫീ, ഇങ്ങനെ പോയതിൻ്റെ കണക്കുകളെല്ലാം കൂടി കൂട്ടിയാൽ ക്യുമുലേറ്റീവ് ട്രാൻസ്ഫർ ഫീ എന്ന് പറയും, അല്ലെങ്കിൽ കമ്പൈൻഡ് ട്രാൻസ്ഫർ ഫീ എന്ന് പറയും. അത് ഏറ്റവും അധികം ആർക്കാണ്? 5-മത് ഒസ്മാൻ ഡെംബലെയാണ്. അദ്ദേഹത്തിൻ്റെ കരിയറിലെ ക്യുമുലേറ്റീവ് ട്രാൻസ്ഫർ ഫീ 233 മില്യൺ യൂറോയാണ്. 4-മത് അലക്സാണ്ടർ ഐസക് 246 മില്യൺ യൂറോ. 3-മത് ക്രിസ്റ്റിയാനോ റൊണാൾഡോ 247 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ ക്യുമുലേറ്റീവ് ട്രാൻസ്ഫർ ഫീ എങ്കിൽ 2-മത് റൊമേലു ലുക്കാക്കു 369 മില്യൺ യൂറോ. 1-മത് നെയ്മർ ജൂനിയർ തന്നെ 400 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ കമ്പൈൻഡ് ട്രാൻസ്ഫർ ഫീ. അപ്പോൾ ട്രാൻസ്ഫർ ജാലകത്തിലെ നെയ്മറുടെ റെക്കോർഡൊന്നും മറികടക്കാൻ ഈ അടുത്ത കാലത്ത് ആരെങ്കിലും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.